അത്ഭുതം കാണിച്ച് വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാനുമാണ്. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ആ ഭഗവാന്റെ കണ്ണ് നമുക്ക് ആരുവഴി വേറെ അതൊക്കെ എന്തൊക്കെ പറഞ്ഞു നോക്കിക്കുന്നു, അതൊന്നും ശരിയാവില്ല, നടക്കില്ല. അങ്ങനെ കാണുന്നവരിന്ന് ധാരാളം പേരുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? നടക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ കാണുന്നവരാണ് ഒരു താല്പര്യമുണ്ടാകുന്നത്. മറ്റുള്ളവർ ഈ ജാഗ്രത സ്വപ്നം എന്ന് പറയുന്ന കണ്ണ് അടച്ചാലും തുറന്നാലും കാണുന്ന ഭഗവാണ് വാക്കിയത്. അങ്ങനെ ഒരു ഇന്നിപ്പോഴത്തെ കണ്ണടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെയുണ്ട് എന്നാണ് പറഞ്ഞവർ ഇവിടെ തന്നെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇങ്ങനെ അടച്ചും തുറന്നും കണ്ടിട്ടുണ്ടാകാനും നിങ്ങൾ അത് പോരാ, ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി സ്നേഹമായിട്ടും ആദരവോടുകൂടി വളരാനും വളർത്താനും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ തമ്മിൽ പൊരുതി ഈ നാശത്തിന്റെ വശത്തേക്ക് പോകണ്ടേ, ഒന്നും ചെയ്യാൻ കഴിയും. ബുദ്ധി കൊണ്ട് ജാതിയെ വളർത്താൻ നോക്കണ്ടേ, അബദ്ധത്തിന്റെ അബദ്ധമായിരിക്കും. നമ്മുടെ രാജ്യത്തോടെ ഒഴുകി പോകും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നിങ്ങളൊരു വലിയ നാശം കാത്തിരിപ്പുണ്ടായിരുന്നു, വലിയ വിഷമം വന്നു. ഇത് നിങ്ങളോട് പറയുമ്പോൾ തന്നെ അത് അങ്ങനെയുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഉള്ള അവസരം ദൈവത്തിനേക്ക് വന്നിരിക്കുകയാണ്. കളയും, സൂക്ഷിക്കും. എല്ലാവരും ഇതിനു വേണ്ടി വിളിച്ചാണ് ഞാൻ പറയാനും അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ളവർ പരസ്പരം നിങ്ങളൊന്ന് പറഞ്ഞറിയിച്ച് വാക്കിയായിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് നിങ്ങൾ തന്നെ പങ്കിട്ടറിയും. പക്ഷെ ഈ കണ്ടത് തമ്മിൽ പറയാനോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു. എന്താണ് നമ്മുടെ പിന്നിലൊരു ശക്തി നിന്ന് നമ്മളെ നേതൃത്വം വഹിക്കുന്നു, നേർവഴി കാട്ടാനും പഠിക്കും. ഇതിനൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ കണ്ടാൽ ഒന്നിലും പെടാതെ നിങ്ങൾ ഏതെങ്കിലും പദവി ഒന്നിക്കാൻ ഓർമ്മയായിട്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല സദാ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് എനിക്ക് വേണമെന്നും നിങ്ങൾ പറഞ്ഞത് ഞാൻ സിദ്ധനല്ല, വേറൊരു തരത്തിൽ ഏതെങ്കിലും ഒരു കമ്മിന് യോജിച്ചല്ല. ഞാൻ ജ്ഞാനത്തിന്റെ പങ്ക് ഇന്നതുപോലെയാണ്. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയാണ് സാക്ഷി. ആ സാക്ഷിയായിട്ട് നിന്ന് ദൈവം എന്നെ ഒരു ഒഴിവാക്കിയതിനെ നിർത്തി അല്ലെങ്കിൽ ഒരു ഉപാധിയാക്കി നിർത്തി കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതൊന്നും വലിയ പത്രം അതെന്ന് പറയത്തക്ക കാര്യമൊന്നുമില്ല. ദൈവമാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ കർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയാക്കി പ്രവർത്തിച്ചെടുക്കുകയും ചെയ്യാൻ കഴിയും. ദയവായി എല്ലാവരും സ്നേഹത്തോടെ ഇത് കൈകാര്യം ചെയ്തു ഇവിടെ വരുന്നവരും പോകുന്നവരും തന്നെ പരസ്പരം ഇത് ഇന്നതുപോലെ ഒരു ദീർഘദർശനമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് ചീറ്റയെ നന്നായെന്നല്ല, നമ്മള് കഴിയുന്നതും നമ്മളൊരു വാക്കെങ്കിലും അതിനുവേണ്ടി ഉപയോഗിച്ച് നല്ലവരാകണം എന്ന് പരസ്പരം പറഞ്ഞു.